നോട്ട് അസാധുവാക്കൽ പ്രഖ്യാപിച്ച് 50 ദിവസം പിന്നിട്ടിട്ടും കറൻസി ലഭ്യത ഇനിയും സാധാരണ നിലയിലായിട്ടില്ല. തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന ATMകൾ പണമുണ്ട്. പക്ഷേ നഗരപ്രാന്തങ്ങളിലേക്ക് ചെന്നാൽ സ്ഥിതി വ്യത്യസ്തമാണ്. തുറന്നിരിക്കുന്ന ATMകളിലാകട്ടെ 2000-ന്റെ നോട്ടാണ് കൂടുതലും. വ്യവസായ വാണിജ്യ കേന്ദ്രമായ എറണാകുളത്ത് മിക്ക ATMകളും കാലിയാണ്. തുറന്നിരിക്കുന്ന ATMകളിലാകട്ടെ ചെറിയ നോട്ടുകളില്ല. മലബാറിലും സ്ഥിതി വ്യത്യസ്തമല്ല. സ്വകാര്യ സ്ഥാപനങ്ങൾ ശമ്പളം കൊടുക്കുന്ന ദിവസമായിട്ടും ATMകൾ പണമില്ലാത്തത് ജനങ്ങളെ വലയ്ക്കുന്നു. CC അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പോൾ അടക്കാൻ വേണ്ടി വന്ന് ഇപ്പം ഇന്നാണ് സാലറി വന്നത്. അത് എടുക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും 10 പൈസ ലേറ്റ് ആവില്ല. ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിരുന്നാണ്. പൈസ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. നാളെയും മറ്റന്നാളും അവധിയായതുകൊണ്ട് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ചൊവ്വാഴ്ച മുതലേ നൽകി തുടങ്ങിയുള്ളൂ. ട്രഷറിയിലൂടെയുള്ള ശമ്പള പെൻഷൻ വിതരണത്തിന് 1391 കോടി രൂപയുടെ കറൻസിയാണ് സർക്കാർ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതിൻ്റെ 60% നൽകാനാവുമെന്നാണ് RBIയുടെ മറുപടി. അങ്ങനെയെങ്കിൽ ശമ്പള പെൻഷൻ വിതരണം പ്രതിസന്ധിയിലാകും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി, തിരുവനന്തപുരം. കേരളത്തിലെ ഒരു വിദ്യാർത്ഥി സംഘടനയും സൗജന്യ യാത്ര എന്നത് ആവശ്യപ്പെട്ടിട്ടില്ലായിരുന്നു. ഞാനും വിദ്യാർത്ഥി പ്രവർത്തകനായിരുന്നു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിദ്യാർത്ഥി പ്രവർത്തകനായിരുന്നു. ഇപ്പോഴത്തെ വിദ്യാർത്ഥി സംഘടനകൾ ആരും തന്നെ സൗജന്യ യാത്ര എന്നൊരാവശ്യം ഉന്നയിച്ചിട്ടില്ലായിരുന്നു. KSRTC ബസ്സുകളിൽ മാത്രം +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതുകൊണ്ട് പ്രതിമാസം 20 കോടി രൂപയുടെ മൈനസ് ഉണ്ടായി. കടമെടുത്ത് പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ച അതേ ഗവൺമെൻറ് തന്നെയാണ് വരുമാനക്കുറവുണ്ടാക്കുന്ന ഒരു തീരുമാനമെടുത്തത്. ഈ പെൻഷനും ശമ്പളവും കൊടുക്കുകയില്ല എന്നൊരു തീരുമാനത്തിലല്ല, ഇത്തിരി വൈകിയാണെങ്കിലും കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്.